ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറിയുള്ളി ചിക്കനാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 2.5 ടീസ്പൂണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പുളിക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങനീര് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാനാണ്. ഒരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും വരട്ടി വെക്കുകയാണെങ്കിലും ഒക്കെ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് ആവും. അപ്പോൾ ഇത് അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മൾ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്, മൺചട്ടിയിൽ. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതാക്കി നുറുക്കിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അത് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഉണ്ട വെളുത്തുള്ളി. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. 1/4 കിലോ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് നുറുക്കിയെടുത്തതാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇതൊന്ന് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ മുഴുവനും ചിക്കനും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല പോലെ ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ അതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ചെറുള്ളി ചിക്കൻ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ ഉള്ളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്